കേരളത്തിൽ വളരെ വിവാദമായിട്ടുള്ള ഒരു കാര്യമാണ് CMRലും അതുപോലെ തന്നെ എക്സാലോജിക്കുമായിട്ട് നടന്നിട്ടുള്ള ഒരു ഇടപാട് എന്ന് പറഞ്ഞാൽ വീണ വിജയൻ്റെ കമ്പനിയായിട്ടുള്ള എക്സാലോജിക്കും CMRലിൽ നിന്ന് 1,72,00,000 രൂപ മാസം 8 ലക്ഷം രൂപ വീതം കൈപ്പറ്റി എന്നുള്ള വിവാദത്തെക്കുറിച്ച് നമ്മൾ നിരവധി തവണ പറഞ്ഞതാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള റെയ്ഡുകളൊക്കെ നടന്നിരുന്ന കാര്യം നമുക്കറിയാവുന്നതാണ്. അപ്പോൾ ആ റെയ്ഡുകൾ യഥാർത്ഥത്തിൽ പിണറായി വിജയൻ്റെ 3 വീടുകളിൽ മാത്രമല്ല നടന്നത്, മറ്റ് CMRL ഓഫീസുകളിലും ശശിധരൻ കർത്ത എന്ന പേരുള്ള കരിമണൽ കർത്ത എന്നറിയപ്പെടുന്ന CMRL ഓണറിൻ്റെ വീടുകളിലും അദ്ദേഹത്തിൻ്റെ മക്കളുടെ വീടുകളിലുമൊക്കെ തന്നെ റെയ്ഡുകൾ നടന്നിരുന്നു. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഈ അന്വേഷണം തന്നെ തെറ്റാണ്, അല്ലെങ്കിൽ ഇത് നടത്താൻ അധികാരമില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഒരു ഹർജി ഹൈക്കോടതിയിലേക്ക് ചെന്നിരുന്നു. ഞാനിപ്പോൾ അതിൻ്റെ വിശദാംശങ്ങളിലേക്കൊന്നും പോകുന്നില്ല. പക്ഷേ ആ ഹർജി പരിഗണിച്ചുകൊണ്ട് സിദ്ധാർത്ഥ് ലൂത്ര എന്ന് പറയുന്ന കരിമണൽ കർത്തയുടെയൊക്കെ ഒരു വളരെ സീനിയർ ആയിട്ടുള്ള ഒരു അഡ്വക്കേറ്റാണ് ഹൈക്കോടതിയിൽ വാദിച്ചത്. അപ്പോൾ ഹൈക്കോടതിയിൽ വാദിച്ചപ്പോൾ വെള്ളിയാഴ്ച അത് വിധി പറയാൻ വേണ്ടി മാറ്റിവെച്ചു. അപ്പോൾ അതൊരു താൽക്കാലിക ആശ്വാസം എന്നുള്ള നിലക്ക് വെള്ളിയാഴ്ച വരെ വേറെ തുടർ നീക്കങ്ങളൊന്നും ഉണ്ടാവരുത് എന്നുള്ളത് കൃത്യമായി പറഞ്ഞിരുന്നു. കോടതിയിൽ നിന്ന് ഒരു ഉത്തരവായി പറഞ്ഞിരുന്നു. അപ്പോൾ ഉത്തരവായി പറഞ്ഞപ്പോൾ അത് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിൻ്റെ അടക്കം വക്കീലന്മാർ അവർ കൗൺസിൽ ചോദിച്ചത് ഇത് ബാധകമാകുന്നത് കരിമണൽ കർത്തക്ക് മാത്രമല്ലേ, മറ്റ് ആളുകൾക്കൊന്നും ബാധകമാവില്ലല്ലോ എന്ന് ചോദിച്ചിരുന്നു. എന്ന് പറഞ്ഞാൽ കരിമണൽ കർത്ത മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ കമ്പനി CMRL മാത്രമല്ല, മറ്റ് നിരവധി പേർ ഇതിനകത്ത് പ്രതികളാണ്. 11ാമത്തെ പ്രതിയായിട്ട് വീണ വിജയനുമുണ്ട്, അപ്പോൾ വീണ ടീമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ വീണ ടീക്കെതിരെയുള്ള നടപടികളൊന്നും ബാധകമായില്ലല്ലോ എന്ന് എടുത്ത് ചോദിച്ചില്ല. ഇത് നിങ്ങൾക്ക് മാത്രമല്ലേ ബാധകമാകുന്നത്, മറ്റാളുകൾക്കൊന്നും ബാധകമല്ലല്ലോ എന്ന് ചോദിച്ചു. അപ്പോൾ കോടതി പറഞ്ഞു ഞങ്ങൾക്ക് മാത്രമാണ്, അതായത് ഈ പെറ്റീഷണർക്ക് മാത്രമാണ് ഇത് ബാധകമാകുന്നത് എന്നുള്ളത് പറഞ്ഞു. അതിൻ്റെ ഫൈനൽ ജഡ്ജ്മെൻറ്റ് ഇപ്പോൾ വെള്ളിയാഴ്ച വരാൻ വേണ്ടി ഇരിക്കുകയാണ്. അപ്പോൾ അത് വന്ന ദിവസം തന്നെ നമ്മുടെ മീറ്റ് ദ എഡിറ്റേഴ്സ് എന്ന് പറയുന്ന റിപ്പോർട്ടർ ചാനലിലെ പരിപാടിയിൽ അവരൊരു ഡിബേറ്റ് നടത്തിയിരുന്നു. മീറ്റ് ദ എഡിറ്റേഴ്സിൽ റിപ്പോർട്ടർ ചാനലിലെ പരിപാടിയിൽ ആ ഡിബേറ്റിൽ പറഞ്ഞൊരു കാര്യം, ആശ്വാസം കർത്തക്ക് മാത്രമോ എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ ഡിബേറ്റ് നടത്തിയത്. ആ ഡിബേറ്റിൽ വലിയ വിചിത്രമായിട്ടുള്ള ചില വാദങ്ങൾ സ്മൃതി പരുത്തിക്കാട് ഉന്നയിക്കേണ്ടായി. അപ്പോൾ അതിനെക്കുറിച്ചാണ് നമ്മുടെ വീഡിയോ ഉള്ളത്. പലപ്പോഴും മാധ്യമപ്രവർത്തകർ ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്നത് എങ്ങനെ എന്നുള്ളതിൻ്റെ വളരെ വിശദമായിട്ടുള്ളൊരു വീഡിയോ ആണ്. ചെറിയൊരു പോർഷൻ ഞാൻ നിങ്ങളെ കേൾപ്പിക്കാം. അത് കഴിഞ്ഞിട്ട് എൻ്റെ പോയിൻ്റ് എന്താണ് എന്നുള്ളതിലേക്ക് വരാം. അത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെയാണ് ഒരു തമക്ക് ഇഷ്ടപ്പെട്ട വിഷയങ്ങളിൽ നമ്മൾ പല തെറ്റായിട്ടുള്ള കാര്യങ്ങളും എടുക്കുന്നത്, എങ്ങനെയാണ് ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്നത് എന്നുള്ള അതിൻ്റെ ഒരു ക്ലാസിക് എക്സാമ്പിളാണിത് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ തുടങ്ങട്ടെ. നിങ്ങൾക്കൊന്ന് കേൾക്കാം. ഏതൊരു സോഫ്റ്റ്വെയർ ഉപയോഗിക്കാനായിട്ട് ഡയറക്ഷൻ കൊടുക്കുന്നു. ഇതെല്ലാം ഓൺലൈൻ മീറ്റിംഗിലല്ല, ഓഫ്ലൈൻ മീറ്റിംഗിലാണ് എന്നതാണ് വീണയുടെ മൊഴിയെ നമ്മുടെ മുന്നിലിരിക്കുന്നത്. അത് നമുക്കറിയില്ല. അവിടെയാണ് അതിനകത്തൊരു സംശയം കിടക്കുന്നത്. നിങ്ങൾ കൊടുത്തിരിക്കുന്ന സർവീസ് എത്രയാണ്, ആ സർവീസിന് ആനുപാതികമായിട്ടാണോ നിങ്ങൾ പണം കൊടുത്തിരിക്കുന്നത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം. അവിടെ എത്രയാണ്? 1,72,00,000 രൂപ കമ്പനിക്കും ഈ വീണ ടൈപ്പിക്കുമായിട്ട് കൊടുത്തിരിക്കുന്നു. ഉപയോഗിക്കാത്ത സർവീസിൽ നിങ്ങൾ കൊടുത്തിരിക്കുന്നു. അപ്പൊ കമ്പനിക്ക് സ്വാഭാവികമായിട്ടും അവിടെ നഷ്ടമുണ്ടായിരിക്കുന്നു. അവിടെ ഈ നഷ്ടം ഇവിടെ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കണം. അപ്പോൾ അതായത് ഒരു സർവീസ് എങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്, അതിലൊരു ഇമെയിൽ കമ്മ്യൂണിക്കേഷൻ ഇല്ലല്ലോ, നേരിട്ട് സംസാരിക്കുന്നതിലൂടെ മാത്രമാണ് ഇത്തരം സർവീസുകൾ കൊടുത്തിട്ടുള്ളത് എന്ന് വീണ വിജയൻ പറഞ്ഞതിൽ ഒരു സംശയമുണ്ട് എന്ന് പറയാവുന്ന ഒരു കാര്യമാണ് നമ്മുടെ അരുൺ പറഞ്ഞു വെക്കുന്നത്. അവിടെ തന്നെ സ്മൃതി പരുത്തിക്കാട് ഇടപെട്ടുകൊണ്ട് പറയുന്നത് ഉപയോഗിക്കാത്ത, അതായത് സർവീസ് നൽകാതെ പണം മേടിച്ചു എന്നുള്ളതാണെന്ന് കൃത്യമായിട്ട് സ്മൃതി സൂചിപ്പിക്കുന്നുണ്ട്. അതായത് ഇൻറ്ററിം സെറ്റിൽമെൻറ്റ് ബോർഡിൻ്റെ റിപ്പോർട്ടിൽ വന്നിട്ടുള്ള ആരോപണം കൃത്യമായിട്ട് സൂചിപ്പിക്കുന്നുണ്ട്. ബാക്കി കൂടി നമുക്കൊന്ന് കേൾക്കാം. സംഭവിച്ചിരിക്കുന്നത് CMRL നഷ്ടം സംഭവിച്ചിരിക്കുന്നു. ആ CMRL നഷ്ടം എന്ന് പറയുന്നത് 1,72,00,000 രൂപയാണ്. ഇനി ഞാൻ ആദ്യം പറഞ്ഞതിലേക്ക് പോകണം. 70,38,00,000 രൂപ ബിസിനസ് പ്രൊമോഷന് വേണ്ടി ചെലവാക്കിയ പണം ചെലവായിട്ട് കണക്കാക്കാൻ പറ്റുന്നതല്ല എന്നാണ് ആര് കണ്ടെത്തിയിരിക്കുന്നത്? ഇൻകം ടാക്സ് സെറ്റിൽമെന്റ് കമ്മീഷൻ കണ്ടെത്തിയിരിക്കുന്നത്. ഇവിടെ എത്രയാണ് വീണയ്ക്ക് കൊടുത്തിരിക്കുന്ന പണം? 1 കോടി. ഇൻകം ടാക്സ് ഇൻറ്ററിം സെറ്റിൽമെൻറ്റ് ബോർഡാണ് അത് കണ്ടെത്തിയിരിക്കുന്നത്. അരുൺ പറഞ്ഞു വരുന്ന പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് 1,72,00,000 രൂപയുടെ കാര്യത്തിൽ ഇത്രത്തോളം വാശി പിടിക്കുന്ന മാധ്യമങ്ങളൊക്കെ തന്നെ ഈ 70 കോടിയിൽ പരം രൂപ ഇത്തരത്തിൽ അനാവശ്യ ചെലവ് കാണിച്ചുകൊണ്ട് നേതാക്കന്മാർക്ക് കൊടുത്തതിനെക്കുറിച്ചാണ് അരുൺ പറയുന്നത്. അതിനെക്കുറിച്ച് അന്വേഷണമില്ല. സ്മൃതി പരുത്തിക്കാടിനെ പോലെയുള്ള മാധ്യമപ്രവർത്തകർക്ക് അതിനെക്കുറിച്ചൊരു ചോദ്യവുമില്ല എന്നുള്ളത് കൂടി എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ മനസ്സിലാക്കണം. കാരണം അത് കൊടുത്തവരിൽ ഉമ്മൻചാണ്ടിയുണ്ട്, കുഞ്ഞാലിക്കുട്ടിയുണ്ട്, അതുപോലെ തന്നെ കെ സുരേന്ദ്രനുണ്ട്, വി മുരളീധരനുണ്ട്, കൂടാതെ 5 ലക്ഷം രൂപ മേടിച്ച് വി ഡി സതീശനുണ്ട്, രമേശ് ചെന്നിത്തലയുണ്ട്. ഇത്തരത്തിലുള്ള ആളുകളൊക്കെ ഉണ്ട്. അപ്പോൾ പിന്നെ മിണ്ടാതിരിക്കുന്നതാണല്ലോ നല്ലത്.
72 ലക്ഷം രൂപ ആ പണവും CMRL നഷ്ടമുണ്ടാക്കിയിരിക്കുന്നു എന്ന് കണ്ടെത്തുന്നു. അപ്പൊ രണ്ട് ഭാഗത്തും നഷ്ടമുണ്ടായിരിക്കുന്നു. EDയുടെ അന്വേഷണം പോകുന്നത് എങ്ങോട്ടാ? 1,72,00,000 രൂപയുടെ നഷ്ടത്തിലേക്ക് പോകുന്നു. അതേസമയം 70,38,00,000 രൂപ CMRLന് രാഷ്ട്രീയ നേതാക്കൾക്ക്, മാധ്യമപ്രവർത്തകർക്ക്, ഒപ്പം വിവിധ ആരാധനാലയങ്ങൾക്കൊക്കെ കൊടുത്തതിന്റെ പേരിലുള്ള ബിസിനസ് പ്രൊമോഷൻ ഇൻകം ടാക്സ് അംഗീകരിച്ചിട്ടില്ല. അതുകൊണ്ട് പിഴയിട്ടു. എത്രയാ പിഴയിട്ടത്? 30%. 70 കോടിയുടെ 30% പിഴ CMRL അടച്ചിട്ടുണ്ട്. ഇത് ആർക്കുണ്ടാക്കിയ നഷ്ട? ഇത് CMRL ഉണ്ടാക്കിയ നഷ്ട. അപ്പൊ അതിന്റെ ലാഭം ആർക്കാ പോയിരിക്കുന്നത്? ഇവിടുത്തെ രാഷ്ട്രീയ നേതാക്കൾക്കാണ്. അന്വേഷണത്തിന്റെ അങ്ങോട്ട് പോകുന്നത്. ഇവിടെയാണ് പൊളിറ്റിക്കൽ ക്വസ്റ്റ്യൻ ഉള്ളത്. വളരെ കൃത്യമാണ് ചോദ്യം. അതായത് 1,72,00,000 രൂപയുടെ നഷ്ടം, പിന്നെ ഒരു വായ്പ എടുത്തത് കൂടിയുണ്ട്. അതുകൂടി വരുമ്പോഴത്തേക്ക് ഒരു ഏതാണ്ട് ഒരു 2.5 കോടി രൂപയില്ല, 2.5 കോടി രൂപയിലധികം വരും. 2,70,00,000 വരും. അതവിടെ നിൽക്കട്ടെ. ഈ CMRL കേസിൽ 1,72,00,000 രൂപ നഷ്ടം വന്നിട്ടുണ്ട്. വായ്പ എടുത്തത് വേറൊരു കമ്പനിയിൽ നിന്നാണ്. അത് ശശിധരൻ കർത്തയുടെ കമ്പനിയിൽ നിന്നാണ്. അതവിടെ നിൽക്കട്ടെ. ഈ 1,72,00,000 രൂപയുടെ കേസ് അന്വേഷിക്കുന്നവർ എന്തുകൊണ്ടാണ് 70,38,00,000 രൂപയുടെ മറ്റ് നേതാക്കൾക്കും അതുപോലെ തന്നെ മാധ്യമങ്ങൾക്ക് കൊടുത്ത 16 കോടി രൂപ, 16.36 കോടി രൂപ മാധ്യമങ്ങൾക്ക് കൊടുത്തിട്ടുണ്ട്, ക്ഷേത്രങ്ങൾക്ക് കൊടുത്തിട്ടുണ്ട്, പുന്നല ശ്രീകുമാറിന് കൊടുത്തിട്ടുണ്ട്, മറ്റേ വെള്ളാപ്പള്ളി നടേശന് കൊടുത്തിട്ടുണ്ട്, ഇത്തരത്തിലുള്ള എല്ലാവർക്കും കൊടുത്തിട്ടുണ്ട്. അതിനെക്കുറിച്ച് എന്തുകൊണ്ടാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അന്വേഷിക്കാത്തത് എന്ന് പറയുന്ന ചോദ്യം ആകെ ഉയർത്തുന്നത് ഇതിനകത്ത് അരുൺ മാത്രമാണ് എന്നുള്ളത് അറിയണം. ഇതിനേക്കാൾ വലിയൊരു വിദണ്ഡവാദം കൂടി വരാനുണ്ട്. അതിനുവേണ്ടി നിങ്ങൾ വെയിറ്റ് ചെയ്യുക. 32 ലക്ഷം രൂപ പെരുപ്പിച്ചു കാട്ടുകയും 70,38,00,000 രൂപയുടെ തട്ടിപ്പ് കാണാതിരിക്കുകയും ചെയ്യുന്നതിലാണ് ഇതിലെ ഒരു രാഷ്ട്രീയ ദുഷ്ടലാക്കുള്ളത് എന്നുള്ളതാണ്. പക്ഷെ അതുകൊണ്ട് ഈ 1,73,00,000 രൂപ ഏതെങ്കിലും തരത്തിലുള്ള ഫ്രാഡുലൻസിലൂടെ ആ എക്സാലോജി സ്വന്തമാക്കിയതെങ്കിൽ ആ കേസ് ഇല്ലാതാവുന്നില്ല. ആ കേസ് എവിടെ നിൽക്കും? അത് SFIOയിൽ നിൽക്കും. SFIOയിൽ എന്ത് കേസായിട്ട് നിൽക്കും? ഒരു കമ്പനി കാര്യ നിയമത്തിന്റെ അടിസ്ഥാനത്തിലുള്ള ഒരു സീരിയസ് ഫ്രോഡ് കേസായിട്ട് അത് നിലനിൽക്കും. അതിന് തെളിവുകൾ ഹാജരാക്കേണ്ടത് വീണ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അരുൺ പറഞ്ഞത്, എനിക്ക് നിങ്ങളോട് പറയാനുള്ളതും അരുൺ പറഞ്ഞതിനേക്കാൾ ഇത്തിരി കൂടി വിശദീകരിച്ച് അത് പറഞ്ഞാലേ മനസ്സിലാവുള്ളൂ. അതായത് അത്തരത്തിലുള്ള ഫ്രോഡുലൻസ് വീണയുടെ കമ്പനിയായിട്ടുള്ള എക്സാലോജി കാണിച്ചു, ഇത് സേവനമൊന്നും കൊടുക്കാതെ ഒരു ക്വിക്ക് പ്രോക്കോ ആയിട്ട് പണം കൈപ്പറ്റിയതാണ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കേസ് നിൽക്കുക സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിലാണ്. കാരണം അതൊരു ഫ്രോഡാണ്, അതൊരു ചതിയാണ് എന്നുള്ളത് നമുക്ക് പറയാം. പക്ഷെ പ്രധാനപ്പെട്ട ഒരു കാര്യം, അവിടെ ഒരു കള്ളപ്പണത്തിൻ്റെയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള ഡീലിങ്ങോ ഇല്ല. കാരണം ഇതെല്ലാം തന്നെ അക്കൗണ്ടിലൂടെ മേടിക്കുകയും ടാക്സ് അടക്കുകയുമാണ് ചെയ്തിട്ടുള്ളത്. പക്ഷേ അതും വേണമെങ്കിൽ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിന് അന്വേഷിക്കാം. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം, ഇങ്ങനെ ടാക്സ് അടച്ചുകൊണ്ട് പണം മേടിച്ചാൽ പോലും അതിൻ്റെ ഇടയിൽ ഒരു കള്ളപ്പണത്തിലെ ലാഞ്ചന വേണമെങ്കിൽ നമുക്ക് കാണാൻ പറ്റും എന്നുള്ളതിലൊക്കെ അന്വേഷിക്കാൻ കഴിയും. പക്ഷേ പ്രധാനപ്പെട്ട ഒരു കാര്യം, അങ്ങനെ വേണമെങ്കിൽ അന്വേഷിക്കാൻ കഴിയാവുന്ന 1,72,00,000 രൂപ അവിടെ നിൽക്കുമ്പോൾ അത് അന്വേഷിക്കപ്പെട്ടെ, കുഴപ്പമൊന്നുമില്ല. അത് നിൽക്കാൻ പോകുന്ന SFIയുടെ കേസിലാണ്, അല്ലാതെ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിൻ്റെ കേസിൽ അത് നിൽക്കാനുള്ള സാധ്യതകൾ കുറവാണ്. പക്ഷേ എങ്കിൽ പോലും വളരെ ക്ലിയറായി 40 കോടി രൂപയുടെ ഇൻകം വരവ് കെട്ടിയത് ഞങ്ങൾ കാണിച്ചിട്ടില്ല എന്നും ആ പണമടക്കമുള്ള 70,38,00,000 രൂപ ഞങ്ങൾ വലിയ നേതാക്കന്മാർക്ക് പണമായി നൽകിയെന്നും പറയുന്നതിനെ, അതായത് ക്രിസ്റ്റൽ ക്ലിയറായി എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിന് അന്വേഷിക്കാവുന്ന ഒരു കാര്യത്തിൽ അന്വേഷിക്കപ്പെടാത്ത എന്താണ്? കാരണം അത് PML ആക്ട് പ്രകാരം അട്രാക്ട് ചെയ്യുന്നൊരു കാര്യമാണ്. അത്രയും സ്ഫടിക വ്യക്തതയോടുകൂടി അങ്ങനെ ഒരു ഡീൽ നിൽക്കുമ്പോൾ അത് അന്വേഷിക്കാത്തത് എന്താണ് എന്നുള്ളതാണ് ഒരു പൊളിറ്റിക്കൽ ക്വസ്റ്റ്യൻ, ഒരു രാഷ്ട്രീയമായിട്ടുള്ള ക്വസ്റ്റ്യൻ. ഈ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിൻ്റെ അന്വേഷണത്തെ നമ്മൾ വളരെ സംശയത്തോടുകൂടി നോക്കിക്കാണേണ്ടത് അവിടെയാണ്. അതിന് മറുപടി പറയേണ്ടത് CMRL-ലാണ്. അത് CMRL-ഉം വീണയും തമ്മിലുള്ള വിഷയമാണ്. ഇതിനും അപ്പുറത്തേക്ക് ഈ കേസിൽ ED എങ്ങനെ വരുന്നു എന്നതാണ് എന്റെ ചോദ്യം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഈ ഇടപാടിൽ ശശിധരൻ കർത്ത ലാഭം ഉണ്ടാക്കിയിട്ടുണ്ടോ? ഇല്ല. ശശിധരൻ കർത്തയുടെ CMRL കമ്പനിക്ക് വഴിവിട്ട ഒരു നീക്കം സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാക്കിയിട്ടുണ്ടോ? അങ്ങനെയാണെങ്കിലാണല്ലോ ഇതിനകത്തൊരു പ്രൊസീഡ്സ് ഓഫ് ക്രൈം വരിക. 2019 ഈ പറഞ്ഞ പ്രൊസീഡ്സ് ഓഫ് ക്രൈം വരണമെന്നുണ്ടെങ്കിൽ യഥാർത്ഥത്തിൽ ഈ പറയുന്ന ഒരു ആക്ട് കൊണ്ട്, ഈ പറയുന്ന ഒരു കോൺട്രാക്റ്റ് കൊണ്ട് വീണക്ക് ഒരു ലാഭമുണ്ടായി, എക്സാലോജിക്കിന് വെറുതെ പണം കൊടുത്തു എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും അവിടെ ഒരു വലിയ നഷ്ടമുണ്ടായി, ഒരു മിസ്മാനേജ്മെൻറ്റ് ഉണ്ടായി എന്നുള്ളത് നമുക്ക് വാദിക്കാവുന്നൊരു കാര്യമാണ്. പക്ഷേ ഇവിടെ ഒരു പ്രൊസീഡ്സ് ഓഫ് ക്രൈം നിലനിൽക്കണമെങ്കിൽ അതുകൊണ്ട് കമ്പനിക്ക് മറ്റൊരു നേട്ടമുണ്ടായി എന്നുള്ളത് കൂടി വരണം. പ്രത്യേകിച്ചും പിണറായി സർക്കാർ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഫേവർ ചെയ്തു എന്നുള്ളത് കൂടി വരണം. എങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ മകൾക്ക് ഈ പണം കൊടുത്തു എന്ന് പറയുന്ന ഒരു കേസ് ബലപ്പെടുകയുള്ളൂ, നിലനിൽക്കുള്ളൂ. പക്ഷെ അങ്ങനെ നിലനിൽക്കണമെങ്കിൽ യഥാർത്ഥത്തിൽ പിണറായി വിജയൻ സർക്കാർ 2016 മുതൽ 2026 വരെ ഭരിച്ചപ്പോൾ
യാതൊരു വിധത്തിലുള്ള ബെനഫിറ്റുകളും ഇവർക്ക് നൽകിയിട്ടില്ല എന്നുള്ളതാണ് രേഖാമൂലം തെളിയിക്കുന്നത്. അങ്ങനെ രേഖാമൂലം തെളിയിക്കുമ്പോൾ അതിലാകെയുള്ള ഒരു സംശയം ചൂണ്ടിക്കാണിക്കാൻ കഴിയുന്നത്, അത് ഞാനടക്കം നിരവധി ആളുകളോട് സംസാരിക്കുകയും അന്വേഷിക്കുകയും ചെയ്തിരുന്നു, പക്ഷെ അവർക്ക് പോലും വ്യക്തതയില്ല. ആ കാര്യമെന്ന് പറയുന്നത് 2019 ഒരു ഗവൺമെൻറ്റിൻ്റെ ഓർഡർ വരുന്നുണ്ട്, അതായത് യൂണിയൻ ഗവൺമെൻറ്റിൻ്റെ ഓർഡർ വരുന്നുണ്ട്, സെൻട്രൽ ഗവൺമെൻറ്. ആ ഓർഡറിൽ ഇത്തരത്തിൽ ഉള്ള പൊതുമേഖലാ സ്ഥാപനങ്ങൾക്കോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സ്ഥാപനങ്ങൾക്കോ ഒന്നും തന്നെ ഖനനം അനുവദിക്കാൻ കഴിയില്ലെന്ന്, 0.75 കൂടുതൽ ഇത്തരത്തിലുള്ള ധാതുക്കളുള്ള മണ്ണിൽ നിന്ന് ഖനനം അനുവദിക്കാൻ കഴിയുന്നത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ കമ്പനികൾക്ക് മാത്രമാണ് എന്ന് പറയുന്നൊരു ഓർഡർ വരുന്നുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ഒരു ഉത്തരവിറങ്ങാൻ 2019 വന്നിട്ടുള്ള ഇതുമായി ബന്ധപ്പെട്ട ഒരു ഉത്തരവിറങ്ങാൻ പിണറായി സർക്കാർ 23 വരെ വെയിറ്റ് ചെയ്തു. അതെന്തിനാണ് എന്നുള്ളതാണ് ചോദ്യം. പക്ഷെ അതിലുള്ള ചോദ്യത്തിൻ്റെയും പ്രധാനപ്പെട്ട കാര്യം 2019 മുതൽ 2023 വരെ അവിടെ നിന്ന് ഒരു ബക്കറ്റ് മണൽ പോലും ഖനനം ചെയ്യപ്പെട്ടില്ല, ഒരു തുള്ളി പോലും ഖനനം ചെയ്യപ്പെട്ടില്ല എന്ന് മാത്രമല്ല, യഥാർത്ഥത്തിൽ ഈ പറയുന്ന ഒരു പ്രൈവറ്റ് കമ്പനിയും അങ്ങനെ ഖനനം നടത്തിയിട്ടില്ല എന്നുള്ളതാണ് നമ്മൾ അതുമായി ബന്ധപ്പെട്ട ആളുകളുമായിട്ട് എല്ലാം സംസാരിക്കുമ്പോൾ മനസ്സിലാവുന്നത്. പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥരും അതുപോലെ തന്നെ സമരസമിതി നേതാക്കളായിട്ടുള്ള ആളുകളൊക്കെ ആയിട്ട് സംസാരിക്കുമ്പോൾ മനസ്സിലാകുന്നതാണ്. പക്ഷേ ഇതിൽ വളരെ വിചിത്രമായിട്ടുള്ളൊരു വാദം ഉന്നയിക്കുകയാണ് യഥാർത്ഥത്തിൽ സ്മൃതി പരുത്തിക്കാട്. അത് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ കേൾക്കാതെ പോകരുത്, അത് കേൾക്കണം, വളരെ രസകരമാണ്. സ്വകാര്യ കമ്പനികൾ ഖനനം നടത്തിക്കൂടാ എന്ന ഉത്തരവ് സുപ്രീം കോടതി കേന്ദ്ര സർക്കാർ ഉത്തരവിട്ട ശേഷം അത് നടപ്പാക്കിയില്ലേ 2023 വരെ. 2023 വേറെ ഒരു ജിയോ ഇറക്കുന്നു. നമ്മുടെ മുന്നിൽ യാഥാർത്ഥ്യമുള്ളൂ. പക്ഷേ അത് വാസ്തവമാണ് കേട്ടോ, അതിൽ സംശയമില്ല. പക്ഷെ ബാക്കിയുള്ളത് കൂടി നിങ്ങൾ കേൾക്കണം. ഈ KREL കേരളത്തിൽ നിന്ന് മിനറൽ നടത്തിയിട്ടില്ല, മൈനിങ് നടത്തിയിട്ടില്ല. അപ്പൊ മൈനിങ് നടത്താതെ എങ്ങനെയാണ്? KREL എന്ന് പറയുന്നത് ഈ മൈനിങ് നേരിട്ട് നടത്തുന്നതിന് വേണ്ടി, അതായത് നേരത്തെ ഇവരുടെ അസംസ്കൃത വസ്തുക്കൾ മേടിച്ചിരുന്നത് KMML നിന്നാണ്, അതുപോലെ ഇന്ത്യൻ റെയർ എർത്ത് ലിമിറ്റഡിൽ നിന്നാണ്. KMML കേരള സംസ്ഥാന ഗവൺമെൻറ് കമ്പനിയും IREL എന്ന് പറയുന്നത് കേന്ദ്ര ഗവൺമെൻറ് കമ്പനിയുമാണ്. അപ്പോൾ അതിന് പകരം ഇവർക്ക് നേരിട്ട് ഖനനം നടത്തുന്നതിന് വേണ്ടി കേരള റെയർ എർത്ത് ലിമിറ്റഡ് എന്ന് പറയുന്ന ഒരു കമ്പനി ഇവർ ഫോം ചെയ്തിരുന്നു. അതിൻ്റെ പേരാണ് പറഞ്ഞത്. അത് കരിമണൽ കർത്തയുടെ തന്നെ കമ്പനിയാണ്. പക്ഷെ അതിന് അനുമതി കിട്ടുകയോ ഈ പറയുന്ന ഗ്യാപ്പിൽ ഒരു ഗ്യാപ്പ് എന്തുകൊണ്ടുണ്ടായി എന്നുള്ളത് ഗവൺമെൻറ് വിശദീകരിക്കേണ്ടതാണ്. അത് നമ്മൾ അന്വേഷിച്ച് കണ്ടെത്തേണ്ടതാണ്. പക്ഷെ പ്രധാനപ്പെട്ട ഒരു കാര്യം, എന്ത് തന്നെ സംഭവിച്ചാലും ആ 2019 2023 ഇടയ്ക്ക് അവിടെ നിന്ന് ഒരു തരി മണൽ പോലും ഖനനം ചെയ്യപ്പെട്ടിട്ടില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. ആ യാഥാർത്ഥ്യമുള്ളപ്പോൾ നമുക്ക് ഒരു കാര്യം ഉറപ്പിച്ച് പറയാൻ പറ്റും, പിണറായി വിജയൻ്റെ മകൾ വീണ വിജയൻ ഈ പണം കൊടുത്തതുകൊണ്ട് യാതൊരു വിധത്തിലുള്ള ബെനിഫിറ്റുകളും പിണറായി സർക്കാർ ചെയ്തു കൊടുത്തിരുന്നില്ല ഡയറക്റ്റായി എന്നുള്ളത് നമുക്കറിയാവുന്ന കാര്യമാണ്. കാരണം അങ്ങനെ ഉണ്ടെങ്കിൽ ഇവർക്ക് ഖനനം ചെയ്യാനുള്ള അനുമതി കൊടുക്കണം, അതും കൊടുത്തിട്ടില്ല. ബാക്കിയുള്ളത് കൂടി കേൾക്കാം. അപ്പോഴാണ് വളരെ വിചിത്രമായിട്ടുള്ളൊരു വാദം ഉയർന്നു വരിക. പ്രതി ചോദിക്കുന്ന ഒരു ചോദ്യത്തിൻ്റെ അർത്ഥം നിങ്ങൾക്ക് മനസ്സിലായോ? അതായത് മൈനിങ് നടത്തി എന്നുള്ളതിനൊരു തെളിവും സ്മൃതിയുടെ കയ്യിലില്ല, മറ്റേ നമ്മുടെ കുഴൽനാടൻ്റെ കയ്യിലില്ല, പ്രതിപക്ഷത്തിൻ്റെ കയ്യിലില്ല. ഇനി പോട്ടെ, തെളിവൊന്നും വേണ്ട. അവിടെയുള്ള ആ പരിസരത്ത് തന്നെ താമസിക്കുന്ന ആളുകളിൽ ആർക്കെങ്കിലും ഒരു ആരോപണമില്ല, സമരസമിതിക്കാർക്ക് പോലുമില്ല. പക്ഷേ സ്മൃതി ചോദിക്കുന്ന ഒരു ചോദ്യം, അങ്ങനെ നടത്തിയിട്ടില്ല എന്നുള്ളതിന് നിങ്ങൾ തെളിവ് തരുമെന്നാണ്. അതെങ്ങനെ തെളിവ് കൊടുക്കും? അതായത് നമ്മളിപ്പോൾ സ്മൃതിയോട് പറയാണ്, സ്മൃതി ഒരാളെ കൊന്നിട്ടില്ല എന്നുള്ളതിന് തെളിവ് വരാൻ പറഞ്ഞാൽ നമുക്ക് തെളിവ് വരാൻ പറ്റും. നിങ്ങൾ അല്ലെങ്കിൽ ഞാനോ ഒക്കെ തന്നെ ഒരു കളവ് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞാൽ നമുക്ക് തെളിവ് വരാൻ പറ്റും. അതെങ്ങനെ തെളിവ് വരും? വളരെ വിചിത്രമായിട്ടുള്ളൊരു വാദമാണ് സ്മൃതി ഉന്നയിക്കുന്നത്. ആകെ പറയാവുന്നൊരു കാര്യം, നിങ്ങൾ എന്തുകൊണ്ടാണ് 2019 സുപ്രീം കോടതി ഗവൺമെൻറ്റിന് കേന്ദ്ര ഗവൺമെൻറ് ഓർഡർ ഇറങ്ങിയിട്ടും അതിനനുബന്ധമായിട്ടുള്ളൊരു ഓർഡർ നിങ്ങൾ ഇവിടെ ഇറക്കാൻ 3 കൊല്ലം വൈകിയത്, 4 കൊല്ലം വൈകിയത് എന്നുള്ളൊരു ചോദ്യം ചോദിക്കാം. അത് വാസ്തവമാണ്, വസ്തുതകളൊന്നും നമ്മളില്ല എന്ന് പറയുന്നില്ല. പക്ഷേ ഇതിനെങ്ങനെയാണ് തെളിവ് കൊടുക്കുക സ്മൃതി? നാളെ ഇതിലും ഭേദം അരുണിനോട് ചോദിക്കുന്നത് നിങ്ങൾ ഒരാളെ കുത്തിക്കൊന്നിട്ടില്ല എന്ന് പറഞ്ഞ ഒരു തെളിവ് തരൂ എന്നുള്ളതാണ്. അങ്ങനെ തെളിവ് വരാൻ പറ്റുമോ? കേരളത്തിൽ സ്വകാര്യ സ്ഥാപനം ആകെ മൈനിങ് നടത്തിയിട്ട് 10 മാസമാണ് UDF കാലത്ത് നമ്മൾ ഇന്നലെ ചർച്ച ചെയ്ത. അപ്പൊ എന്റെ കൺസേൺ ഇതാണ്, CMRL പേരിൽ വീണാക്ക് പണം കിട്ടിയിട്ടുണ്ട്. അതൊരു സീരിയസ് ഫ്രോഡ് ആയിട്ട് കമ്പനി നിയമത്തിന് കീഴിൽ വരേണ്ട വിഷയമാണ്. ഇതിലൊരു കറപ്ഷൻ നടന്നിട്ടുണ്ടോ? നോക്കൂ, നമ്മുടെ മുന്നിൽ കറപ്ഷൻ നടന്നിട്ടില്ല എന്നതിന് തെളിവെന്താ? സുപ്രീം കോടതി വിധിയും. സുപ്രീം കോടതി വിധിയിൽ പിണറായി വിജയന്റെ ഭരണകാലത്ത് CMRL അനുകൂലമായിട്ട് ഒരു തരത്തിലുള്ള നീക്കവും ഉണ്ടായിട്ടില്ല എന്നാണ്. അതെന്താണ് വിധി? അത് ഏത് കേസിലായിരുന്നു? മാത്യു കുഴൽനാടൻ കൊടുത്ത കേസ്. ഇതാണ് പറയുന്നത്. മാത്യു കുഴൽനാടനോട് കോടതി ചോദിച്ചു. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കണോട്ടാ,
ഉപയോഗിക്കുന്ന തെളിവുകളാണ്, നിങ്ങളുടെ പക്കലുള്ള തെളിവുകൾ. അങ്ങനെ തെളിവ് ഹാജരാക്കാൻ മാത്യു കുഴൽനാടന് പറ്റിയിട്ടില്ല. അതിൽ കോൺക്രീറ്റായി അങ്ങനെ സംഭവമേ നടന്നിട്ടില്ല എന്നൊരു വ്യാഖ്യാനത്തിൽ കോടതി എത്തുന്നു ഞാൻ കരുതുന്നില്ല. മാത്യു കുഴൽനാടൻ രാഷ്ട്രീയ കളി കളിക്കരുത് എന്നാണ് കോടതി ആവശ്യം. നമ്മുടെ മുന്നിൽ ഒരു സുപ്രീം കോടതി വിധി, സുപ്രീം കോടതി വിധി പറയും. അപ്പോൾ വലിയൊരു ചോദ്യമുണ്ട്. നമ്മൾ ഇത്തരത്തിലുള്ളൊരു കുഴപ്പമുണ്ടായി എന്ന് പറഞ്ഞ് നമ്മൾ കോടതിയിൽ കേസിന് പോകുന്നു. അങ്ങനെ നമ്മൾ കേസിന് പോയാൽ സ്വാഭാവികമായിട്ട് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഏതെങ്കിലും രേഖ നമ്മുടെ കയ്യിൽ വേണ്ടേ? അല്ലാതെ അങ്ങനെ നടന്നിട്ടുണ്ടാകും എന്ന് പറയുന്നു. അങ്ങനെ ഒരു രേഖയുമില്ല. ഇത് വെറും രാഷ്ട്രീയ കളി മാത്രമാണെന്നും കോടതിക്ക് മനസ്സിലായതുകൊണ്ട് കോടതി കൃത്യമായിട്ട് പറഞ്ഞു, നിങ്ങൾ ഈ രാഷ്ട്രീയ കളികൾക്ക് വേണ്ടി കോടതിയുടെ ബലപ്പെട്ട സമയം കളയരുത്, 10 ലക്ഷം രൂപ ഫൈൻ ഈടാക്കുന്ന കേസാണ് മറ്റേ സ്മൃതി വരുത്തിക്കാട്ടരുത് പറയുന്നത്. അത് നടന്നിട്ടില്ല എന്നുള്ളതിന് രേഖയില്ലെന്ന്. അതെങ്ങനെയാണ് നമ്മൾ രേഖ കൊടുക്കുക? ഇപ്പം നിങ്ങളിൽ ആരെങ്കിലും നാളെ വന്നിട്ട് പറയും രതീഷ് ചക്രപാണി ഒരാളെ കുത്തിക്കൊന്നിട്ടില്ല എന്നുള്ളതിന് രേഖ തരൂ, തെളിവ് തരൂ എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് കൊടുക്കാൻ പറ്റുമോ? നാളെ സ്മൃതി വരുത്തിക്കാരനെ കുറിച്ച് എനിക്കിത് ആരോപിച്ചാൽ തെളിവ് കൊടുക്കാൻ പറ്റുമോ? എന്താണ് സ്മൃതി എന്ന് പറയുന്നത്? നമുക്ക് പിണറായി വിരോധമാകാം, വേണമെങ്കിൽ കോൺഗ്രസ് ഭക്തിയുമാകാം, അതിനൊന്നും കുഴപ്പമില്ല. പക്ഷെ ഇതെന്താണ് ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഞാൻ പറയുന്നത് 2019 മുതൽ 2023 വരെ ആ ഓർഡർ എടുക്കാൻ എന്തുകൊണ്ട് വൈകി എന്ന് സ്മൃതി ചോദിച്ചു. ഞാൻ അതിൽ പെർഫെക്റ്റ്ലി ഐ എഗ്രി വിത്ത് യു. പക്ഷേ ഈ ചോദ്യം എന്താണ്? ഇനി എന്നിട്ട് പറയുന്നത് അങ്ങനെ കുഴൽനാടന് തെളിവ് കൊടുക്കാൻ പറ്റില്ലെന്ന്. പിന്നെ കോടതിയിലേക്ക് അല്ലേ ഇതിനാ? CMR-ന് അനുകൂലമായിട്ട് ഒരു തീരുമാനവും LDF സർക്കാരിന്റെ പക്കൽ എടുത്തിട്ടില്ല. മറിച്ച് കാണിക്കാൻ ഒരു തെളിവ് നമ്മുടെ കയ്യിലുണ്ടോ? ലാൻഡ് സീലിംഗ് ഓർഡർ ഇഷ്യൂ ചെയ്യേണ്ടത് ആരാണ്? റവന്യൂ ഡിപ്പാർട്ട്മെന്റ് അല്ലെ? നമ്മളിപ്പോ കണ്ട ജിയോ ആരുടെയാണ്? ഇൻഡസ്ട്രിയൽ ഡിപ്പാർട്ട്മെന്റ്. അപ്പൊ ഇത് ആരാണ് തെളിയിക്കേണ്ടത്? അതെന്താ ഹൈക്കോടതി ഉത്തരവ് എന്തായിരുന്നു? ആദ്യം ഹൈക്കോടതി ബാബുരാജിന്റെ ഉത്തരവ് എന്തായിരുന്നു? ബാബുരാജിന്റെ ഉത്തരവിൽ ലാൻഡ് സീലിംഗ് ഞാൻ പറയുന്നത് എന്താണ് 2019 ഉത്തരവ് എന്തുകൊണ്ട് നടപ്പാക്കിയില്ല? മാത്യു കുഴൽനാടന്റെ കേസ് വിടൂ. 2023 എന്തിനാണ് ഈ പറഞ്ഞ പിണറായി വിജയൻ സർക്കാർ ഒരു ജിയോ ആയിട്ട് ഈ കാര്യങ്ങൾ ഇറക്കുന്നത്? ജിയോ ആയിട്ട് ഇറക്കിയാണ്. നോക്കൂ, ഇങ്ങനെ ചില ഉത്തരവുകൾ ഉണ്ടായിരുന്നു, ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇതാ ഞങ്ങളിത് പ്രഖ്യാപിക്കുന്നു. ഇത് എന്തിനാണ് ഒരു ജിയോ ഇറക്കുന്നത്? അത് 2019 ഓൾറെഡി കേന്ദ്ര സർക്കാർ നൽകിയിരിക്കുന്ന ഉത്തരവ് 2023 ഇറക്കേണ്ടി വരുന്നു. ഔട്ട്കം എന്താണ്? അത് പ്രകാരം കേരളത്തിലെ ഏതെങ്കിലും ഒരു ബീച്ചിൽ നിന്ന് KREL എന്ന കമ്പനി മൈനിങ് നടത്തിയിട്ടില്ല എന്നതിന് തെളിവങ്ങിയിട്ടില്ല. നിങ്ങൾക്ക് പറഞ്ഞ മനസ്സിലായ? അതായത് ഇത് ആർക്കും എതിരെ സ്മൃതിക്ക് വേണമെങ്കിൽ നാളെ സ്മൃതിക്ക് വാർത്ത വായിച്ചു കളയാം. അതായത് ആർക്കും എതിരെ ഇതുപോലെ വാർത്ത വായിച്ചു കളയാൻ സ്മൃതി. കാരണം വെച്ചാൽ നിങ്ങളൊരു കാര്യം, നിങ്ങളൊക്കെ വേറൊരു വീട്ടിൽ നിന്ന് മോഷണം നടത്തിയിട്ടില്ല എന്ന് തെളിവ് കൊണ്ടുവരുന്നു പറഞ്ഞാൽ എങ്ങനെ കൊണ്ടുവരുന്നത്? എന്താണ് ഇരുന്ന് പറയുന്നത് സ്മൃതി? നമുക്ക് വിരോധമാകാം, അന്ധതയും ഒക്കെ ആകാം, പക്ഷെ ഇതുപോലെ ആകരുത് എന്നുള്ളത് എനിക്ക് പ്രിയപ്പെട്ട സ്മൃതിയോടുള്ള എൻ്റെ റിക്വസ്റ്റാണ്. അനുമതിയില്ല എന്നുള്ള തീരുമാനം കേന്ദ്ര സർക്കാർ അറിയിക്കുന്നു. അതിനുശേഷം ആ ഉത്തരവ് അനുമതിയില്ല, കേന്ദ്ര കമ്പനികൾക്ക് മാത്രമേ പാടുള്ളൂ. ഇതാണ് 2019 കേന്ദ്ര സർക്കാർ നടപ്പാക്കിയിട്ടില്ല. അതിനുശേഷം IREL മാത്രമാണ് കേരളത്തെ തീരുന്ന കാര്യം. KMML-ഉം IREL-ഉം അല്ലാതെ IREL മാത്രം നടപ്പാക്കിയത് 2023 ഈ ജിയോയുടെ സാങ്കത്യമല്ല. സുപ്രീം കോടതി ഉത്തരവിനെ തുടർന്ന് ഇവർ നിർബന്ധിതരായി 2016 ഇടതുപക്ഷം എതിർത്തിട്ടും സുപ്രീം കോടതി വിധി എതിരായ സാഹചര്യത്തിൽ അന്ന് ഇവർക്ക് ലീസ് എഗ്രിമെന്റ് കൊടുത്തു. ആ ലീസാണ് ക്യാൻസൽ ചെയ്തിരിക്കുന്നത്. 2023 ഇത് നോക്കൂ, 2023 ഈ ജിയോ ഇറക്കിയതിന്റെ പശ്ചാത്തലം എന്താണ്? വീണയുമായി ബന്ധപ്പെട്ട കേസ് വന്ന പശ്ചാത്തലം കൂടിയാണ്. വീണയുമായി ബന്ധപ്പെട്ട കേസ് വന്ന പശ്ചാത്തലം കൂടിയാണ്. 2019 മുതൽ 2000. ഒന്നാമത്തെ കാര്യം, ഈ കേന്ദ്ര ഗവൺമെൻറ് ഓർഡർ ഇറക്കിയാൽ അതിനനുബന്ധമായിട്ട് ഇനി സ്റ്റേറ്റ് ഗവൺമെൻറ് ഓർഡർ ഇറക്കിയാലും ഇല്ലെങ്കിലും അതാണ് ഫൈനൽ ഉത്തരവ്. അതിൻ്റെ മുകളിലേക്ക് ഒരു ഓർഡറൊന്നും ഇറക്കാൻ പറ്റില്ല. ഇത് സ്മൃതി പറയുന്നതിൽ ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ഈ ലാൻഡ് സീലിംഗ് ഓർഡർ കൊടുക്കേണ്ടത് റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റാണ്. പക്ഷേ ഇൻഡസ്ട്രിയൽ ഡിപ്പാർട്ട്മെൻറ്റ് അത് ഇറക്കാനുള്ള കാരണം 2023 ഇറക്കാനുള്ള കാരണം ഈ പറയുന്ന അവർക്ക് കൊടുത്തിട്ടുള്ള ലീസ് എഗ്രിമെൻറ്റ് ക്യാൻസൽ ചെയ്തുകൊണ്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ അത് ആ സമയത്ത് ഇറക്കിയാലും മതി, അല്ലാതെ കേന്ദ്ര ഗവൺമെൻറ് ഓർഡറിനെതിരായിട്ട് ഇവിടെ ഖനനം നടക്കും. പക്ഷെ ഇതൊന്നും സമ്മതിക്കാൻ തയ്യാറല്ല. പകരം ഇതൊന്നും നടന്നിട്ടില്ല എന്നുള്ളതിന് നിങ്ങൾ തെളിവ് കൊണ്ടുവരൂ എന്നുള്ളതാണ് സ്മൃതി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. വളരെ വിചിത്രമായിട്ടുള്ള വാദമായിട്ട് എനിക്ക് തോന്നി. എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരുടെ കമൻറ്റ് കൂടി കേൾക്കണം. നമുക്ക് ഏതാനും നിമിഷം കൂടി ചെറുതായിട്ട് ഒരു രസത്തിന് വേണ്ടി ഇതൊന്ന് കേൾക്കാം. 2023 വരെ
KREL-ന് കേരളത്തിൽ നിന്ന് മണ്ണ് ഖനനം ചെയ്തെടുക്കാൻ കഴിയുമായിരുന്നില്ല. അത് കേൾക്കൂ, ഇല്ലില്ല. ഇനി ഒരു കാര്യം കൂടി പറയാം. 2016 പറ്റുമായിരുന്നല്ലോ. പറ്റുമായിരുന്നു. പക്ഷെ 2016 മൈൻഡ് ചെയ്തോ? 2016 മൈൻഡ് 2016 മുതൽ 2016 കേന്ദ്ര സർക്കാരിന്റെ ഭേദഗതി ഇല്ല. ഇതാണ് അടുത്തൊരു പോയിന്റ് കേട്ടോ. അതായത് 2016 KREL-ന് ഖനനം ചെയ്യാനുള്ള അനുമതി ഉണ്ടായിരുന്നു. പക്ഷേ 2016 അത് നടന്നിട്ടില്ല. എന്ന് പറഞ്ഞാൽ 2016 നിന്ന് 19 വരെയുള്ള 3 കൊല്ലം, അതായത് ആ 19-ലാണ് കേന്ദ്ര ഗവൺമെൻറ് ഉത്തരവ് വരുന്നത്. പക്ഷെ ആ സമയത്തും യഥാർത്ഥത്തിൽ ഇത് നടന്നിട്ടില്ല. കാരണം പിണറായി വിജയൻ്റെ സർക്കാർ അധികാരത്തിലേറിയതിന് ശേഷവും നടന്നിട്ടില്ല. ബാക്കിയുള്ളതൊന്നും കേൾക്കാം. പക്ഷെ ഇതൊന്നും സ്മൃതി സമ്മതിച്ചു തരാൻ തയ്യാറല്ല. 2016 സുപ്രീം കോടതി വിധി വന്നതിനു ശേഷം KREL-ന് കേരളത്തിലെ ബീച്ചുകളിൽ നിന്ന് മണ്ണ് ഖനനം ചെയ്യാൻ കഴിയുമായിരുന്നു. പക്ഷെ മണ്ണ് ഖനനം ചെയ്തിട്ടുണ്ടോ? ഇല്ല. 16 ചെയ്തിട്ടില്ല, 17 ചെയ്തിട്ടില്ല, 18 ചെയ്തിട്ടില്ല, 19 ചെയ്തിട്ടില്ല. ഇത് അങ്ങയുടെ വാദമാണ്. ഇത് അരുണിന്റെ മാത്രം വാദമാണ്. കാരണം ഇങ്ങനെ ചെയ്തിട്ടില്ല എന്ന് സർട്ടിഫിക്കറ്റ് കൊണ്ടുവരുന്ന പറയണം. കേന്ദ്ര കമ്പനികൾക്ക് മാത്രമേ ഖനനം ചെയ്യാവൂ. അത് വേറെ രീതിയിൽ വിമർശിക്കപ്പെട്ട ഒരു കാര്യമാണ്. കേന്ദ്രത്തിൽ മാത്രമാണ് അതിനുള്ള അധികാരം. ആറ്റമിക് ഘടകങ്ങളുടെ സാന്നിധ്യം കൂടുതലാണ്. അത് ആ ഉത്തരവ് 2019 വന്നിരിക്കെ ആ ഉത്തരവ് പ്രകാരമുള്ള കാര്യങ്ങൾ നടക്കാത്തതുകൊണ്ടാണോ 2023 ഈ ഉത്തരവ്? അല്ല, ഈ കാലഘട്ടത്തിലാണ് ഈ വീണയുമായിട്ട് കേസ് വരുന്നത്. 2028-ലാണല്ലോ. അതിനുശേഷമാണ് ഈ ജിയോ 2022 അവസാനം. പക്ഷെ അതിലൊന്നും തിരക്കില്ല. പക്ഷെ നോക്കൂ, 2000 എന്താണ് ആദ്യം പണം വാങ്ങുന്നത്, ഇടപാട് തുടങ്ങുന്നത് 2015-ലാണ്. 2015 പാർട്ടി സെക്രട്ടറി ആയിരിക്കുമ്പോൾ കടമാണ്. കേൾക്കൂ, ആ 2015 2019 കേന്ദ്ര സർക്കാരിന്റെ വിധി വരും എന്നുള്ളത് കൊണ്ടാണ് ഈ സാമ്പത്തിക ഇടപാട് തുടങ്ങിയിരിക്കുന്നത്. അത് ശരി. 2015 സാമ്പത്തിക ഇടപാട് തുടങ്ങുന്നതിന്റെ കാര്യമാണ് പാർട്ടി വിശദീകരിക്കേണ്ടത്. അല്ലെങ്കിൽ വീണ തൈക്കടി വിശദീകരിക്കേണ്ടത്. അല്ല, വീണ തൈക്കടിക്ക് ഇവിടെ പറയുന്ന സഹകരണ ബാങ്കുകളിൽ നിന്നൊക്കെ വായ്പ വാങ്ങാം, സൊസൈറ്റിയിൽ നിന്ന് വാങ്ങാം, പാർട്ടിയുടെ സഹകരണ ബാങ്കുകളുണ്ട്. അതിലൊന്നും പോകാതെ വേഗം ഈ പറയുന്ന കർത്തയുടെ കമ്പനിയിൽ നിന്ന് തന്നെ കടം വാങ്ങിക്കാൻ തീരുമാനിക്കുന്നതാണ് പ്രിവിലേജ് എന്ന് പറയുന്നത്. എൻഡോസ് ചെയ്യാൻ പറ്റില്ല, തെളിവുകൾ പറയാൻ പറ്റില്ല. മാത്രമല്ല, അതിൽ ഒരു രാഷ്ട്രീയ നേതാവും വീണ തൈക്കണ്ടിയെ പോലെയുള്ള ഒരു ഉത്തരവാദിത്തപ്പെട്ട നേതാവിന്റെ മകളും ഷെയ്ഡി ക്യാരക്ടറുള്ള ഒരു കമ്പനിയുടെ കയ്യിൽ നിന്ന് ഒരു പണവും പറ്റുന്നതെന്നുള്ളതാണ് എന്റെ വ്യക്തിപരമായിട്ടുള്ള നിലപാട്. അതൊന്നും സംശയമില്ല. അതായത് നിങ്ങൾ പറഞ്ഞുള്ള എല്ലാം ഞാൻ പൂർണ്ണമായി യോജിക്കും. പക്ഷെ ഇവിടുത്തെ പ്രശ്നം ഇതിന് പിന്നിൽ ED അന്വേഷണത്തിന് പിന്നിൽ രാഷ്ട്രീയ താല്പര്യം വിശദീകരിക്കാനാണ് ഞാൻ ഇത്രയും പറഞ്ഞത്. നമുക്ക് തൽക്കാലം നിർത്താം. പക്ഷേ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, എനിക്ക് പ്രിയപ്പെട്ട സ്മൃതിയോട് ചോദിക്കാനുള്ളത്, നാളെ നമ്മൾ ആലോചിക്കുകയാണ് സ്മൃതി പരുത്തിക്കാട് ആരെയും കുത്തിക്കൊന്നിട്ടില്ല എന്നുള്ളതിന് തെളിവുണ്ടോ എന്ന് നമ്മൾ ചോദിക്കുന്നു. അപ്പോൾ നമ്മൾ സ്മൃതി പറയുന്നത് ഞാൻ ആരെങ്കിലും കുത്തിക്കൊന്നു എന്നുള്ളതിന് നിങ്ങൾക്ക് എന്തെങ്കിലും തെളിവുണ്ടോ എന്ന് ചോദിക്കുന്നു. അപ്പോൾ നമ്മൾ പറയുന്നത് അത് നമ്മുടെ കയ്യിലില്ല. കാരണം നിങ്ങൾ ആരെയും കുത്തിക്കൊന്നു എന്നുള്ള ഒരു FIR അല്ലെങ്കിൽ ഒരു കേസോ പോലും നിങ്ങൾക്കെതിരെ രജിസ്റ്റർ ചെയ്തിട്ടില്ല. പക്ഷേ നിങ്ങൾ ആരെയും കുത്തിക്കൊന്നിട്ടില്ല എന്നുള്ളതിനൊരു തെളിവുണ്ടെന്ന് ചോദിച്ചാൽ സ്മൃതി എന്ത് ചെയ്യും? സ്മൃതി രാവിലെ ഒരു SHO മറ്റേ സർക്കിൾ ഇൻസ്പെക്ടർ ഓഫീസിലേക്ക് SHO-യുടെ അടുത്തേക്ക് കയറി ചെല്ലും. കളവശ്ശേരി SHO അടുത്തേക്ക് കയറി ചെന്നിട്ട് സ്മൃതി പറയും, പ്ലീസ് ഞാൻ ആരെയും കുത്തിക്കൊന്നിട്ടില്ല എന്നുള്ളതിന് നിങ്ങൾ എന്ത് ചെയ്യും? ഒരു തെളിവ് തരും, ഒരു റിപ്പോർട്ട് തരുമെന്ന് പറയും. എൻ്റെ പൊന്നു സ്മൃതി അങ്ങനെ തരാൻ പറ്റില്ല. അതുകൊണ്ട് സ്മൃതി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈ പറയുന്ന ഒരു അബദ്ധമാണ്. അത് ഇനിയെങ്കിലും മനസ്സിലാക്കണം. ഇത്തരത്തിലുള്ള വാദങ്ങൾ പ്രത്യേകിച്ച് ഒരു ചാനലിൽ ഇരുന്ന് ഉന്നയിക്കരുത്. ഞാൻ എന്തുകൊണ്ടാണിത് വീണ്ടും പറയുന്നത്? ചില ആളുകൾ എന്നോട് ചോദിച്ചു, രതീഷെ പോലുള്ള ആൾ ഇത്ര സില്ലിയായിട്ടുള്ള കാര്യങ്ങളെടുത്ത് ഡിസ്കസ് ചെയ്യരുത്. ഞാൻ ഈ സില്ലിയായിട്ടുള്ള കാര്യമല്ല. കാരണം ഇത് ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആളുകൾ കാണുന്ന ഒരു പ്രോഗ്രാമാണ്. ആ പ്രോഗ്രാമുകളിലൂടെ മാധ്യമങ്ങൾ എങ്ങനെയാണ് ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്നത് എന്നുള്ളതിൻ്റെ ഏറ്റവും പ്രകടമായിട്ടുള്ള ഒരു ഉദാഹരണമാണിത് എന്നുള്ളത് കൊണ്ടാണ് എനിക്കിത് പറയാതെ വയ്യാത്തത്.